കൊടുക്കുന്നില്ല, അതിൻ്റെ ഫീസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭീമമായ സംഖ്യ എഴുതി എനിക്ക് കൊണ്ട് തന്നേക്കും. പ്ലാസ്റ്റിക് കൊടുക്കാതെ ഞാൻ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഈ നമ്മളെന്തായാലും ഉൽപ്പാദിപ്പിക്കുന്നതല്ലല്ലോ, നമ്മളൊരു കമ്പനി ഒന്നുമല്ല. ഈ കമ്പനി അല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മളൊരു പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കുകയാണെന്ന്. ഇപ്പം ഈ കവർ, ഇപ്പം ഈ കിടക്കുന്നത് ലേസ് അല്ലേ, ഈ കിടക്കുന്നത് ലേസിൻ്റെ കവറല്ലേ. ഈ കമ്പനിയുടെ ഇതിൻ്റെ പുറകിലൊരു സിമ്പിൾ കണ്ടിട്ടുണ്ടോ? ഈ കിടക്കുന്ന സിമ്പിൾ കണ്ടോ? ഈ സിമ്പിൾ കണ്ടോ? ഈ സിമ്പിൾ വെറുതെ അടിക്കണതല്ല. ഈ സിമ്പിൾ അടിക്കണതിനൊരു കാരണമുണ്ട്. അതായത് ഞാനൊരു പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫീസ് കമ്പനികൾ സർക്കാരിലേക്ക് കെട്ടണം. അതായത് ഈ പറയുന്ന ഈ കൊണ്ടുപോകുന്ന മാലിന്യം ഇവിടെ കിടക്കുന്നത് ഉൾപ്പെടെ മാലിന്യം സംസ്കരിക്കുന്നതിന് അതിന് ഉള്ള ചെലവിൻ്റെ കാശാണ് കൊടുക്കുന്നത്. അതാണ് ആ സിമ്പിൾ. മിൽമയിൽ മിൽമ പാല് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, നമ്മൾ ഉപയോഗിക്കുന്ന കവറില്ലേ മിൽമയുടെ, ആ കവർ തിരിച്ച് മിൽമയെ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് 1 രൂപ കിട്ടും. അതായത് അടുത്ത പാലുമ്പോൾ നമുക്ക് 1 രൂപ കുറച്ച് കിട്ടും. അപ്പൊ ഈ കടക്കാരും ചെയ്യുന്നില്ലല്ലോ, നമ്മളല്ലേ ചെയ്യേണ്ടത്. നമ്മൾ തിരിച്ചെപ്പോഴെങ്കിലും കടയിൽ തിരിച്ചുകൊണ്ടേ കവർ കൊടുത്തിട്ടുണ്ടോ? അവര് പറയണില്ലല്ലോ. അത് പറയൂല്ലോ, അറിയില്ലല്ലോ, അത് ഒരാളോട് പറയില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഇത് പിരിക്കണം വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നോ, എടുത്തോണ്ട് നോക്കോ. പക്ഷെ ഈ കാശ് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ കണക്ക് എത്രയാണെന്ന് നിങ്ങൾ പറയും. ഇത് സംസ്കരിക്കുന്നതിന് നിങ്ങൾക്ക് കിട്ടിയ കണക്ക് എത്രയാണെന്ന് പഞ്ചായത്ത് പറയും. പറഞ്ഞ് അത് നീ ഇവിടെയല്ല ചോദിക്കേണ്ടത്, അവിടെ ചോദിക്കും. അങ്ങനെയല്ലല്ലോ, നിങ്ങൾക്കൊരു ഫണ്ട് വരുന്നുണ്ട്. അതായത് ഒന്ന് സെൻട്രലിനും ഒന്ന് സ്റ്റേറ്റിനുമാണ് പോകുന്നത്. സെൻട്രലിന് കിട്ടുന്നതിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റേറ്റിന് കിട്ടുന്നതിൻ്റെ തുകയിൽ നിന്നും ഈ സംസ്കരിക്കുന്നതിൻ്റെ ചെലവ് കിട്ടിയിട്ടുണ്ടാവല്ലോ. അതിൻ്റെ കണക്ക് എവിടെയാ? നമ്മളെന്തിനാ പൈസ കൊടുക്കണത്? നമ്മൾ ആ സാധനത്തിൻ്റെ MRPയിൽ നിന്നും 1 രൂപ നമുക്ക് കുറച്ചല്ല അവർ തരുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേറ്റിന് അല്ലെങ്കിൽ സെൻട്രലിന് നമ്മൾ കാശ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തരാൻ പറ്റത്തില്ല എന്നല്ലോ അവർ പറയുന്നത്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഇത് കണക്ക് കൊണ്ടുവന്ന് തരാൻ പറ. പഞ്ചായത്തിന് സംസ്കരിക്കുന്നതിന് കാശ് കിട്ടുന്നുണ്ട്. അല്ലാണ്ട് ചേട്ടൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും മേടിച്ച കാശ് വെച്ചിട്ടല്ലല്ലോ ഒരു മാലിന്യ സംസ്കരണം നടത്തണത്. ആണോ? 50 രൂപയ്ക്ക് മാലിന്യ സംസ്കരണം നടത്താൻ പറ്റുമോ? ഇനി അവര് പറഞ്ഞ വേറെ റീസൺ, കഴുകി വൃത്തിയാക്കി കൊടുത്താലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആ കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പുറത്ത് കൊടുത്താൽ പോരെ? കഴുകി വൃത്തിയാക്കുക പോലും വേണ്ട. ഈ വേസ്റ്റ് എടുക്കാൻ പറ്റുന്നവന് ഇത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാശ് കിട്ടും. പിന്നെ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോണത്? അത് കഴുകി കൊടുക്കുകയും ചെയ്യണം. ഇത് കഴുകി വൃത്തിയാക്കി. ഞാനിപ്പോ അത് സംബന്ധിച്ച് പഞ്ചായത്തിൽ ഒരു വിവരാവകാശം കൊടുത്തായിരുന്നു. അപ്പൊ പഞ്ചായത്തിന് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിന് കിലോയ്ക്ക് 13 രൂപ അവർക്ക് കിട്ടുമെന്നും, ഉപയോഗിക്കാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കിന് 3 രൂപ കിലോയ്ക്ക് കിട്ടുമെന്നും പറഞ്ഞ് എനിക്കൊരു. അപ്പൊ ഞാൻ പഞ്ചായത്തിനോട്, അങ്ങനെയാ നിങ്ങൾക്ക് പൈസ കിട്ടണ ഒരു സാധനത്തിന് എന്നോട് എന്തിനാ കാശ് മേടിക്കണേ? അപ്പൊ അവരെന്താ പറഞ്ഞ? അല്ല, കേന്ദ്ര സർക്കാർ നിയമമാണ്. അതിന്റെ തമിഴ്നാട്ടിലൊക്കെ ഫ്രീ ആയിട്ടാണല്ലോ എടുക്കണത്. അത് കേന്ദ്ര സർക്കാരിന്റെ നിയമമാണെന്നാണ് പറയണത്. തമിഴ്നാട്ടില് ഈ പറയുന്ന സാധനമൊക്കെ ഫ്രീ ആയിട്ടാണല്ലോ എടുത്തോണ്ട് പോണത്. അതെ. അതെന്താ കേന്ദ്ര നിയമമാണെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ ആവണ്ടേ? അത് എനിക്കതേ അറിയാവുള്ളൂ. അവര് പറയണ ഇത് കേന്ദ്ര സർക്കാർ നിയമം, മാലിന്യം പ്ലാസ്റ്റിക് ഭൂമുഖത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഉണ്ടാക്കിയൊരു നയമാണ്. അതിന് ഫീസ് അടച്ചേ പറ്റൂ. അപ്പൊ ഇത് നോക്കി, ഇത് പ്രധാന ദേശീയപാതയല്ലേ? പ്രതികരിച്ചപ്പോൾ പറഞ്ഞു അതിപ്പോ ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല, വീട്ടിൽ നിന്ന് 50 രൂപ യൂസർ ഫീ എന്നായാലും തരണം എന്നോ. ഞാൻ ചോദിച്ചു, യൂസർ ഫീ മതിയോ? പ്ലാസ്റ്റിക് കൊണ്ടുപോകണ്ടേ? അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതില്ലെങ്കിലും കുഴപ്പമില്ല.